തെളിഞ്ഞ വെള്ളവും തണുത്ത കാറ്റും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും വെള്ളായണി കായലിനെ കൂടുതൽ സുന്ദരമാക്കുന്ന കാഴ്ചയാണിത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വെള്ളായണി കായൽ തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇത് ചുറ്റുമുള്ള പഞ്ചായത്തുകൾക്ക് കുടിവെള്ളവും കൃഷിക്കും വിഴിഞ്ഞം തുറമുഖത്തിനും ആവശ്യമായ വെള്ളം നൽകുന്നു. 2025 കണക്കനുസരിച്ച് വെള്ളായണി കായലിന്റെ വിസ്തീർണം 184 ഹെക്ടർ ആണ്. 1926 ഇത് 750 ഹെക്ടർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കായലിനെ സംരക്ഷിക്കാനായി പൊതുജനങ്ങളും മാധ്യമങ്ങളും ചേർന്ന് പ്രചാരണ പരിപാടികൾ നടത്താറുണ്ട്. വിസ്തൃതമായ ഈ കായലിന്റെ പ്രധാന ആകർഷണം അതിന്റെ തെളിഞ്ഞ വെള്ളമാണ്. തടാകത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ശാന്തമായ അന്തരീക്ഷവും തണുത്ത കാറ്റും കായലിൽ പ്രതിഫലിക്കുന്ന ആകാശത്തിന്റെ നിറങ്ങളുമെല്ലാം നമ്മളെ അവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. ഇത് ഒരു സാംസ്കാരിക പ്രാധാന്യം ഉള്ള സ്ഥലമാണ്. കാരണം വെള്ളായണി കായലിൽ വർഷം തോറും നടക്കുന്ന അയ്യങ്കാളി വള്ളംകളി മത്സരം വളരെ പ്രസിദ്ധമാണ്. ഇത് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും പ്രദേശത്തിന്റെ പൈതൃകം ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. വെള്ളായണി ദ്വീപും കായലിന് ചുറ്റുമുള്ള തുരുത്തുകളും ശ്രദ്ധേയമായ ഒന്നാണ്. 1953 വരെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് താമരപ്പൂക്കൾ നൽകുന്നതിനായി കായൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തിരുവിതാംകൂർ രാജഭരണ കാലത്ത് ഈ തടാകം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശാന്തവും മനോഹരവുമായ ചുറ്റുപാടുകൾ വിനോദത്തിനും ബോട്ടിങ്ങിനും ഫോട്ടോഗ്രാഫിക്കുമുള്ള ഒരു ജനപ്രിയ സ്ഥലമായി ഇതിനെ മാറ്റുന്നു. വിവിധയിനം മത്സ്യങ്ങളും സസ്യങ്ങൾക്കും ഒരു ആവാസ കേന്ദ്രമാണ് ഇവിടം. ദേശാടന പക്ഷികളെ നിരീക്ഷിക്കാനുള്ള മികച്ചൊരിടം കൂടിയാണിത്. കായലിന് ചുറ്റുമുള്ള നടത്തവും പക്ഷികളെ നിരീക്ഷിക്കാനുള്ള അവസരങ്ങളും എന്നെ കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാൻ സഹായിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും യാത്രക്കാർക്കും വെള്ളായണി കായൽ മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്നു. കാഴ്ചകൾ തുടരുന്നു.